നമസ്കാരം. സെക്കൻഡ് ഇയർ സോഷ്യോളജി 2026 ഈ വർഷം ചോദിക്കാൻ സാധ്യതയുള്ള പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ നോക്കിക്കാണുകയാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. ഇവിടെ ചാപ്റ്റർ 8 ചാപ്റ്ററിൽ ഈ ചാപ്റ്റർ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ച് ഇസ് ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്: സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഇവിടെ സ്ട്രക്ചറൽ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും വരുന്ന അർബണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു കൊളോണിയൽ അപ്രോച്ചിൽ അല്ലെ ആസ്പെക്റ്റിലാണ് നോക്കിക്കാണുന്നത്. കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരിക്കുന്ന സ്ട്രക്ചറൽ ആയിട്ടുള്ള ചേഞ്ചുകൾ, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൊളോണിയൽ പീരീഡിലെ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ചാണ് ഇവിടെ നോക്കിക്കാണുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് മൊത്തത്തിൽ ഒരു എസ്സേ ക്വസ്റ്റൻ ആയിട്ട് സ്ട്രക്ചറൽ ചേഞ്ച് അല്ലെ ഇൻഡസ്ട്രിയലൈസേഷൻ കൊളോണിയൽ പീരീഡ് വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ഇന്ത്യയിൽ ആരംഭിച്ച കൊളോണിയൽ പീരീഡിലാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യം ആരംഭിച്ചത് ബ്രിട്ടനിലാണ് അല്ലെ ഇംഗ്ലണ്ടിലാണ്. അവരാണ് വെസ്റ്റേൺ പീപ്പിൾ ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ ഇൻഡസ്ട്രീസ് ആണ് ആരംഭിച്ചതെങ്കിൽ അല്ലെ ഇൻഡസ്ട്രിയലൈസേഷനോട് ചേർന്ന് അവിടെ അർബണൈസേഷൻ നഗരങ്ങൾ ഫോം ചെയ്തു എങ്കിൽ ഇവിടെ ഇൻഡസ്ട്രിക്ക് പകരം ആരംഭിച്ചത് പ്ലാന്റേഷൻ ഇൻഡസ്ട്രികളാണ്. തോട്ടം വ്യവസായമാണ്, കാർഷിക മേഖലയിലാണ് ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യമായി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായ ഒരു മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ടു അർബൺ ആയിരുന്നില്ല, അർബൺ ടു റൂറൽ ആയിരുന്നു. കാരണം കാർഷിക മേഖലകൾ അല്ലെങ്കിൽ പ്ലാന്റേഷൻസ് ഒക്കെ ഗ്രാമീണ മേഖലയിലായിരുന്നുകൊണ്ട് തന്നെ ആ മേഖലയിലേക്കായിരുന്നു മൈഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ കൊളോണിയൽ പീരീഡിലെ ഇൻഡസ്ട്രികൾ, ആസാമിലെ ആപ്പിൾ തോട്ടങ്ങൾ അടക്കമുള്ള മറ്റ് പ്ലാന്റേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. തുടർന്ന് അർബണൈസേഷൻ എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ അർബൺ റൂറൽ പോപ്പുലേഷൻ പെർസെന്റേജ്, കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന അർബണൈസേഷൻ, ഇൻഡസ്ട്രിയലൈസേഷനും കൊളോണിയൽ ആസ്പെക്ട് ലൈനെ നോക്കിക്കാണുക. തുടർന്ന് ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, കൊളോണിയൽ പീരീഡിൽ ഉണ്ടായ ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഇന്ത്യൻ ഇൻഡസ്ട്രിക്ക് ഉണ്ടായ, കോട്ടേജ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായ, ഡീ ഇൻഡസ്ട്രിയലൈസേഷൻ അടക്കം ഉണ്ടായ നാശങ്ങൾ അല്ലെ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഇന്ത്യൻ സമൂഹത്തിനെ ഈ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെ ബാധിച്ചു, ഈ കാര്യങ്ങളും കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് എഡ്യൂക്കേഷൻ, ടെക്നോളജി, ട്രഡീഷണൽ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും എനേബിൾ ചെയ്യുക. അർബണൈസേഷൻ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അതിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. അത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള പഠനം വന്നിരിക്കുന്ന MSA റാവുവിന്റെ പഠനങ്ങളാണ്. അവിടെ 3 കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒന്ന് മൈഗ്രേഷൻ വന്നിട്ടുണ്ട്, അതായത് റൂറൽ ടു അർബൺ മൈഗ്രേഷൻ വന്നിട്ടുണ്ട്. സബർബൺ ഏരിയസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മെട്രോസ് അല്ലെ മെട്രോപൊളിറ്റൻ ഏരിയസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 3 ആസ്പെക്റ്റുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. തുടർന്ന് 9th ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതും സോഷ്യൽ ചേഞ്ചിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. കൾച്ചറൽ ആസ്പെക്ട് ആണ്, കൾച്ചറൽ ചേഞ്ച് ആണ്. ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് സാൻസ്ക്രൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഈ ചാപ്റ്റർ കൂടെ സോഷ്യൽ മൂവ്മെന്റും കൂടെ നമ്മൾ മനസ്സിലാക്കി പോകണം. എന്താണ് സോഷ്യൽ മൂവ്മെന്റ്, ഏതൊക്കെ തരം സോഷ്യൽ മൂവ്മെന്റ് ആണ് ഉള്ളത്, രാജാ റാം മോഹർ ആരൊക്കെയാണ് സോഷ്യൽ മൂവ്മെന്റിന്റെ ലീഡേഴ്സ്, ബ്രഹ്മസമാജ്, ആര്യ സമാജ്, പ്രാർത്ഥനാ സമാജ്, ഇങ്ങനെയൊക്കെയുള്ള, അതുപോലെ തന്നെ രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ് സരസ്വതി, റാനഡെ, അതുപോലെ തന്നെ ജ്യോതിബ ഫൂലെ, ഇവരെയൊക്കെ തിരിച്ചറിഞ്ഞിരിക്കണം, അവരുടെ കോൺട്രിബ്യൂഷൻ അടക്കം. ഇവിടെയും കുറെ വൺ വേഡ് ക്വസ്റ്റൻ ഉള്ള സ്കോപ്പുകളുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ വൺ വേഡ് ക്വസ്റ്റനെ കുറിച്ച് ഒരു വീഡിയോ സെഷൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കി കാണാം. തുടർന്ന് സതീഷ് സബർവാളിന്റെ അഭിപ്രായത്തിൽ ഈ സോഷ്യൽ മൂവ്മെന്റുകൾ സ്ട്രെങ്തൻ ആകാൻ ഇടയാക്കിയ 3 സാഹചര്യം പറയുന്നുണ്ട്. 1 മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, വിനിമയ രീതി. 2 ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ, സംഘടനാ രൂപങ്ങൾ. 3 നേച്ചർ ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ പ്രകൃതം. അപ്പൊ ഇത് സോഷ്യൽ മൂവ്മെന്റ് പ്രത്യേകിച്ചും വെസ്റ്റേൺ കൾച്ചറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി അവിടെ ഉണ്ടായ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായ ഡെവലപ്മെന്റ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ ഓർഗനൈസേഷൻസ് ഒക്കെ ഫോം ചെയ്യുന്ന അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഒരു സോഷ്യൽ മൂവ്മെന്റ് സംഘടിക്കപ്പെടുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവിടെ മൂവ്മെന്റുകൾ ഓർഗനൈസ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഐഡിയാസ് പ്രധാനമായും ഉദ്ദേശിക്കുന്ന വെസ്റ്റേൺ ഐഡിയാസ് ആണ്. ജ്യോതിബ ഫുലുമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ശ്രദ്ധിക്കുക. അത് പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെഷൻ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ സതി എന്ന് പറയുന്ന ഒരു സോഷ്യൽ മൂവ്മെന്റ് നടന്നപ്പം അതിനെതിരായിട്ട് ഒരു റിയാക്ഷൻ മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ധർമ്മസഭ. അപ്പം ഒരു മൂവ്മെന്റിനെതിരായിട്ടുണ്ടായ ഒരു മൂവ്മെന്റിന് എക്സാമ്പിളാണ് ഇത്. തുടർന്ന് സാൻസ്ക്രൈസേഷൻ എന്താണ്, വെസ്റ്റേണൈസേഷൻ എന്താണ്, മോഡേണൈസേഷൻ എന്താണ്, സെക്യുലറിസം എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ സാൻസ്ക്രൈസേഷന്റെയും വെസ്റ്റേണൈസേഷന്റെയും പിതാവ് എന്ന് പറയുന്ന MN ശ്രീനിവാസ് ആണ്. മോഡേണൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഡാനിയൽ ലേണർ ആണ്. ബൈ സാൻസ്ക്രൈസേഷൻ ലോ കാസ്റ്റ് ട്രൈബ്സ്, ഗ്രൂപ്സ് or people try to imitate the lifestyle of upper caste to improve their സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ സോഷ്യൽ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയിട്ട് ഉയർന്ന വിഭാഗങ്ങളുടെ ജീവിത രീതി അനുകരിക്കുന്നതിനെയാണ്, താഴ്ന്ന വിഭാഗങ്ങൾ അനുകരിക്കുന്നതിനെയാണ് സാൻസ്ക്രൈസേഷൻ. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ചേഞ്ച് ഒക്കേർഡ് ഇൻ അവർ സൊസൈറ്റി ഡ്യൂ ടു 150 years കോൺടാക്ട് വിത്ത് വെസ്റ്റേൺ സൊസൈറ്റി. ഇപ്പം വെസ്റ്റേൺ സൊസൈറ്റി ആയിട്ടുള്ള 150 വർഷത്തോളമുള്ള ഇന്ത്യൻ സഹവാസത്തിന്റെ ഫലമായിട്ട് ഇന്ത്യൻ സൊസൈറ്റി ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളൊക്കെയാണ് വെസ്റ്റേണൈസേഷൻ. മോഡേണൈസേഷൻ ഇസ് ദ ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇപ്പം സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇവിടെ സാൻസ്ക്രൈസേഷന്റെ ക്രിറ്റിസിസംസ് വരുന്നുണ്ട്. സാൻസ്ക്രൈസേഷൻ വേണമെങ്കിൽ ഒരു ചെറിയ എസ്സേ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, അതിന്റെ ക്രിറ്റിസിസം അടക്കം. എന്റെ കൂടെ തന്നെ സോഷ്യൽ മൊബിലിറ്റി പരാമർശിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. എന്താണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മൊബിലിറ്റി ആൻഡ് ഹൊറിസോണ്ടൽ സോഷ്യൽ മൊബിലിറ്റി രണ്ടുണ്ട്. പിന്നീട് സെക്യുലറിസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മുടെ സെക്യുലറിസവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇന്ത്യൻ കോൺടെക്സ്റ്റ് സെക്യുലറിസവും വെസ്റ്റേൺ കോൺടെക്സ്റ്റിലെ സെക്യുലറിസവും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അത് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഇവിടെ ചേഞ്ചിങ് ട്രെൻഡ്സ് ഇൻ കാസ്റ്റോടെ റെഫർ ചെയ്ത് വരുന്നുണ്ട്. അതായത് കാസ്റ്റ് ആസ് എ പ്രഷർ ഗ്രൂപ്പ്, അതുപോലെ തന്നെ പൊളിറ്റിക്കലൈസേഷൻ ഓഫ് കാസ്റ്റ്, അതൊക്കെ ഈ ഒരു ഭാഗത്തിൽ ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്, ശ്രദ്ധിക്കുക. 10th ചാപ്റ്ററായ ഡെമോക്രസിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡെമോക്രസി എന്താണ്, ടൈപ്സ് ഓഫ് ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസി. നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയാണ്. ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്രൂപ്പിലെ നമുക്കത് പ്രാക്ടിക്കൽ ആവുള്ളൂ. ലാർജ് ഗ്രൂപ്പ് ആകുമ്പോൾ ആ ഗ്രൂപ്പിൽ നിന്ന് റെപ്രസെന്റേറ്റീവ്സിനെ എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുത്തിട്ട് ആ റെപ്രസെന്റേറ്റീവ്സ് അതിൽ നിന്ന് പ്രധാന ആളുകളെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ
ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കറാച്ചി സമ്മേളനം 1931 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള സൂചനകൾ വന്നതോടുകൂടി കറാച്ചി സമ്മേളനം, കോൺഗ്രസിന്റെ കറാച്ചി സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുള്ള ഏകദേശ രൂപം ഉണ്ടായതും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് തന്നെ അവിടെ ഫോം ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ, കറാച്ചി സമ്മേളനത്തിൽ ഉണ്ടായ ചർച്ചകൾ, വാഗ്വാദങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ചും ഗാന്ധിജിക്ക് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, സ്വരാജ്, ഗ്രാമസ്വരാജ്, പഞ്ചായത്ത് അല്ലെ വില്ലേജ് ആസ് ഗവേണിംഗ് ബോഡി, അതായത് അധികാരം താഴെത്തട്ടിലേക്ക് എത്തുക, വില്ലേജ് ലെവലിൽ തന്നെ അധികാരം എത്തുക, പഞ്ചായത്ത് ലെവലിൽ അധികാരം എത്തുക, പഞ്ചായത്തുകൾ അല്ലെ വില്ലേജുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുക, ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രാമ സ്വരാജ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പഞ്ചായത്തുകൾക്ക് പ്രാധാന്യം കൊടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അംബേദ്കറിനെ പോലുള്ളവർ അതിനെ എതിർത്ത് പഞ്ചായത്ത് പ്രാധാന്യം കൊടുക്കുന്നതിനെ എതിർക്കുകയും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉൾപ്പെടുത്താതെ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് പിന്നീടുണ്ടായ ഭേദഗതി അമെന്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റവും നഗരപാലിക ബില്ലും ഒക്കെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്കഷനുമായിട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർമേഷനിലെ ഡിസ്കഷൻ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ചർച്ചകൾ വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ്, എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം, എന്താണ് പഞ്ചായത്ത് രാജ്, പഞ്ചായത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതിപ്പം തുടർച്ചയായിട്ട് എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് പഞ്ചായത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അവിടെ പഞ്ചായത്ത് എന്താണ്, പഞ്ചായത്ത് രാജ്, അതുപോലെ തന്നെ അമെന്റ്മെന്റിനെ കുറിച്ച് എഴുതുക. ഇതിനെല്ലാം ശേഷം പഞ്ചായത്തിന്റെ റോൾസ് ആൻഡ് ഡ്യൂട്ടീസ്, അല്ലെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അതായത് പഞ്ചായത്ത് ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് പഞ്ചായത്ത് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പഞ്ചായത്തിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നാണ്. ജനങ്ങളിൽ നിന്ന് വിവിധ തരം നികുതികളാണ് പിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ പഞ്ചായത്ത് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ രണ്ടായിട്ട് തിരിച്ചെഴുതി പോകുന്നതായിരിക്കും നല്ലത്. തുടർന്ന് പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റ് വരുന്നുണ്ട്, ന്യായ പഞ്ചായത്ത് ആൻഡ് വാൻ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നാട്ടുകൂട്ടം പോലെ തന്നെ ചെറിയ ചെറിയ തർക്കങ്ങളിൽ പഞ്ചായത്തിന്, അല്ലെ ഒരു നാട്ടുകൂട്ടം പഞ്ചായത്ത് ചെറിയൊരു അൺഒഫീഷ്യലായിട്ട് ഒരു നാട്ടിലുള്ള ആൾക്കാർ ചേർന്നുള്ള ഒരു ബോഡിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഫൈൻ ഈടാക്കാനോ അല്ല ശിക്ഷിക്കാനുള്ള വകുപ്പുകളൊന്നുമില്ല, ചെറിയ ചെറിയ തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതാണ് ന്യായ പഞ്ചായത്ത്. ഒരു പരിധിവരെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നാട്ടുകൂട്ടം പോലെയുള്ള. അതേസമയം വാൻ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഫോറസ്റ്റേഷൻ ആണ്, വനവൽക്കരണമാണ്. വാനുകളിലും മറ്റും വൃക്ഷത്തൈകളും വിത്തുകളും ഒക്കെ കൊണ്ട് നടന്ന് വനവൽക്കരണം നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് പ്രധാനമായും വന്നിരിക്കുന്നത്. വൻ പഞ്ചായത്തുകളിൽ ചെടിയും വൃക്ഷത്തൈകളും ഒക്കെ നട്ടു വളർത്താൻ കുന്നിൻ ചെരുവുകളിലും മറ്റ് പൊതു സ്ഥലങ്ങളിലും ഒക്കെ നട്ടു വളർത്തി ഡീഫോറസ്റ്റേഷനെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഇവിടെയും വീണ്ടും എല്ലാ ചാപ്റ്ററിലും ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കയറി വരുന്ന പോലെ ഇവിടെ വീണ്ടും പ്രഷർ ഗ്രൂപ്പും കാസ്റ്റ് ആസ് എ പവർ ഗ്രൂപ്പും വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. തുടർന്ന് 11th ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സോഷ്യൽ ചേഞ്ച് ആണ്, എസ്പെഷ്യലി റൂറൽ സൊസൈറ്റിയിലെ സോഷ്യൽ ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ റൂറൽ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ നിലനിൽക്കുന്നത് അഗ്രികൾച്ചറിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ചുകളൊക്കെയാണ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അവിടെ അൺഎംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും സീസണൽ എംപ്ലോയ്മെന്റും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡോമിനന്റ് കാസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എം എൻ ശ്രീനിവാസിന്റെ കൺസെപ്റ്റാണ്, നമ്മളതൊന്ന് കണ്ടതാണ്. അപ്പോൾ സീസണൽ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷത്തിലും എല്ലാ ദിവസവും തൊഴിലില്ലാതെ ചില സീസണിൽ മാത്രം ജോലി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ജോലി ഇല്ലാതിരിക്കുക, അല്ലാത്ത സമയത്തും ജോലി ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഒരു സീസണലായിട്ട് മാത്രം എംപ്ലോയ്മെന്റ് ഉണ്ടാകുക. അവിടെ കഴിയുമെങ്കിൽ അണ്ടർ എംപ്ലോയ്മെന്റ് നോക്കി മനസ്സിലാക്കുക. കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ചാപ്റ്റർ വീഡിയോ സെഷൻ നോക്കുക. അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഹൽപ്പതി, ജീത്ത സിസ്റ്റം, ഇതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ ലാൻഡ് റിഫോർമേഷൻ, ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊളോണിയൽ പീരീഡിലും അതിന് ശേഷവും ഉണ്ടായ മെഷേഴ്സ്. ഇപ്പോൾ കൊളോണിയൽ പീരീഡിൽ 3 തരം ലാൻഡ് ടെനർ സിസ്റ്റം ഉണ്ടായിരുന്നു, ജമീന്ദാരി സിസ്റ്റം, റൈഡ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അപ്പോൾ അതൊന്ന് അത്യാവശ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കാം. ജമീന്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജമീന്ദാർമാരാണ് കർഷകരിൽ നിന്നും ഭൂനികുതി കളക്ട് ചെയ്ത് ആ കിട്ടുന്നതിൽ ഒരു അംശമാണ് അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അവരൊരു കമ്മീഷൻ എടുക്കുന്ന രീതിയിൽ. മറ്റു രണ്ട് സിസ്റ്റം ഒരു പരിധിവരെ ബ്രിട്ടീഷുകാർ നേരിട്ട് കർഷകരിൽ നിന്നും ലാൻഡ് ടാക്സ് കളക്ട് ചെയ്യുന്ന രീതിയായിരുന്നു. തുടർന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ലാൻഡ് റിഫോർമേഷൻസ് ആണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ കുടിയായ്മ അവസാനിപ്പിച്ചു, അതുപോലെ തന്നെ ലാൻഡ് ടെനർ സിസ്റ്റം കൊണ്ടുവന്നു, ലാൻഡ് സീലിംഗ് ആക്ട് കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ കൂടെ മിച്ചഭൂമി പിടിച്ചെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് വിതരണം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അത് ഒരു പരിധി വരെ ഒരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തുടർന്ന് ഗ്രീൻ റവല്യൂഷൻ ആണ്. ഗ്രീൻ റവല്യൂഷനിൽ ഉണ്ടായ കോൺസിക്വൻസസിനെയൊക്കെയാണ് നോക്കിക്കാണുന്നത്. പ്രധാനമായും ഗ്രീൻ റവല്യൂഷനിൽ പോസിറ്റീവ് ആസ്പെക്ടിനോടൊപ്പം തന്നെ കുറച്ച് നെഗറ്റീവ് എലമെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീമെറിറ്റ്സിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോകുന്നത്. അപ്പൊ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ള ശ്രദ്ധിക്കുക. അപ്പൊ അവിടെ കുടിയാന്മാരെ കുടിയൊഴിപ്പിക്കാൻ ഇടയാക്കി. കുടിയാന്മാരെ കുടിയൊഴിപ്പിച്ച് കാർഷിക മേഖലയുടെ അഭിവൃദ്ധി കണ്ടുകൊണ്ട് ഭൂവുടമകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ സമ്പന്ന കർഷകർക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാർക്ക് താഴെക്കടയിലുള്ളവർക്ക് ഒരു നേട്ടം ഉണ്ടായില്ല. സമ്പന്നർക്കും അല്ലെങ്കിൽ ഇടത്തരക്കാർ മുകളിലോട്ടുള്ളവർക്കും മാത്രമാണ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത്. അത് സമൂഹത്തിലെ ഒരു ക്ലാസ് സെഗ്രിഗേഷനും ഒരു സെപ് ക്ലാസ് കോൺഫ്ലിക്റ്റിനും പലവിധ പ്രത്യാഘാതങ്ങൾക്കും ഇടയാക്കി. അതുപോലെ തന്നെ നഗരങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റം വർദ്ധിക്കാൻ കാരണമുണ്ടായി. അതുപോലെ ഈ അർബണൈസേഷൻ, ഈ ഗ്രീൻ റവല്യൂഷനെ തുടർന്ന് വിപണിക്ക് വേണ്ടിയിട്ടുള്ള ഉൽപാദനം ആരംഭിച്ചു. അതുപോലെ തന്നെ ഏകവിള നാണ്യവിളയുടെ ഉൽപാദനത്തിലേക്ക് മാറി. ഭക്ഷ്യവിളയിൽ നിന്നും ഏകവിള അല്ലെ നാണ്യവിളകളുടെ ഉൽപാദനത്തിലേക്ക് മാറി. അതായത് വരുമാനം കൂടുതൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് കർഷകർ
തിരിഞ്ഞു. തുടർന്ന് ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള റൂറൽ സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അതുകൂടെ ശ്രദ്ധിക്കുക. സർക്കുലേഷൻ ലേബേഴ്സിൽ സീസണൽ മൈഗ്രേഷൻ പറയുന്നുണ്ട്. അതുപോലെ ജാൻ ബർമറിന്റെ സ്വതന്ത്ര തൊഴിലാളികൾ, ഫുഡ് ലൂസ് ലേബേഴ്സ് വളരെ സാധാരണ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ വരുന്ന അതിഥി തൊഴിലാളികളെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അവർക്ക് ജോലി ചെയ്താൽ മാത്രമേ കൂലിയുള്ളൂ. അവർക്ക് സ്വന്തമായി ഒരു മണ്ണോ മറ്റ് സ്വന്തമായി ഒന്നും തന്നെ അവകാശപ്പെടാനില്ല. ജോലി ചെയ്യുമ്പം കൂലി കിട്ടും. ജോലി ചെയ്യാതെ അവർക്ക് സാധാരണ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന, സംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള തൊഴിൽ ആനുകൂല്യങ്ങളോ തൊഴിൽ സുരക്ഷിതത്വമോ ആരോഗ്യ സുരക്ഷിതത്വമോ അവധികളോ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് ഫുഡ് ലൂസ് ലേബേഴ്സ് എന്ന് പറയുന്നത്. തുടർന്ന് ഇവിടെ കോൺട്രാക്ട് ഫാമിംഗ്, അതായത് മൾട്ടിനാഷണൽ കമ്പനികൾ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയതിന്റെ ഫലമായിട്ട് കർഷകരെ കരാർ കൃഷിയിലേക്ക് കൊണ്ടുവന്നതും കർഷകർക്ക് യാതൊരു വോയിസ് ഇല്ലാതെ അവര് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി അല്ലെ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട് അവർ കൊടുക്കുന്ന വിത്തും വളവും അനുസരിച്ച് അവർ പറയുന്ന രീതിയിൽ കൃഷി ചെയ്ത് കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ കർഷകരുടെ അറിവും അവരുടെ റിസോഴ്സുകളും ഒന്നും ഉപയോഗിക്കാൻ അവർക്ക് പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന ഉൽപ്പന്നങ്ങൾ അവർക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റാതെ വരുന്നു. ഈ സാഹചര്യങ്ങൾ ഇതേ തുടർന്ന് ഫാമേഴ്സ് സൂയിസൈഡ്, കർഷകരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ. അപ്പോൾ അതിൽ ഒരു പരിധി വരെ ഈ രീതിയിലുള്ള മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇടപെടലുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സപ്പോർട്ട് പ്രൈസിൽ നിന്നും സബ്സിഡിയിൽ നിന്നും ഒക്കെ പിന്മാറിയത്, അതുപോലെ തന്നെ പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ ആവശ്യത്തിന് ഫണ്ടിങ്ങും മണി ലെൻഡിനും ബാങ്കിങ് ഫെസിലിറ്റികളും ഒക്കെ കർഷകർക്ക് കിട്ടാവുന്ന മറ്റ് ഇതര ആൾക്കാരെ ആശ്രയിക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ കർഷകർക്ക് പല ചുവപ്പ് നാടയിൽ കുരുങ്ങി കാര്യങ്ങൾ നടത്താൻ താമസം വരുന്നത്, ഇതൊക്കെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വില കൂടിയ വിത്തുകൾ, അന്തകൻ വിത്തുകൾ, അതുപോലെ അമിതമായ രാസവള ഉപയോഗങ്ങൾ, ഇതൊക്കെ ഈ പറയുന്ന കർഷക സൂയിസൈഡിലേക്ക് നയിച്ച കാര്യങ്ങളാണ്. നെക്സ്റ്റ് 12th ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. ഇവിടെ സോഷ്യൽ ചേഞ്ച് ആണ് ഈ രണ്ട് ചാപ്റ്ററുകളിലെ പ്രതിപാദ്യ വിഷയം 11 12. അപ്പോൾ സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ള മനസ്സിലാക്കിയിരിക്കണം. ഇറ്റ് ഇസ് എ ചേഞ്ച് ഓക്കേർഡ് ഇൻ എ സൊസൈറ്റി or a group of people as a whole. So social change refers to the change in the behavior pattern of a people or a group of people or a society. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലെ സോഷ്യൽ ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ലേബർ എന്താണ്, ഏലിനേഷൻ എന്താണ്, കാൾ മാർക്സിന്റെ ഏലിനേഷൻ ഏതെല്ലാം തരമുണ്ട്, ഏലിനേഷൻ ഫ്രം സൊസൈറ്റി, ഏലിനേഷൻ ഫ്രം സെൽഫ്, ഏലിനേഷൻ ഫ്രം വർക്ക്, അല്ലെ വർക്ക് ഏലിനേഷൻ. അപ്പോൾ വർക്ക് ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ ദ വർക്കർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി പ്രോഡക്റ്റ് വെൻ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കംപ്ലീറ്റ്. അപ്പം ഉൽപാദന പ്രക്രിയ കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ഉൽപ്പന്നത്തിൽ നിന്ന് തൊഴിലാളി സെപ്പറേറ്റ് ആകുന്നതിനാണ് വർക്ക് ഏലിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഏലിനേഷന്റെ ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സെൽഫ് ഏലിനേഷൻ. അതായത് അവനവനിൽ നിന്ന് തന്നെ അവനവൻ ഏലിനേറ്റഡ് ആകുന്നത്, അതായത് ശരീരവും മനസ്സും രണ്ടായി മാറുന്ന ഒരവസ്ഥ. തുടർന്ന് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലൈസേഷൻ, വെസ്റ്റേൺ ഇൻഡസ്ട്രിയലൈസേഷനോടുള്ള കമ്പാരിസൺ അത് വളരെ പ്രസക്തമാണ്. കാരണം ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ വെസ്റ്റേൺ സൊസൈറ്റിയിലാണെങ്കിൽ അഗ്രികൾച്ചർ മേഖലയിൽ 10% ആൾക്കാർ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ, ഏകദേശം 50-60% ആൾക്കാർ ഈ പറയുന്ന കാർഷിക മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ വെസ്റ്റേൺ സൊസൈറ്റിയിലെ ഇന്ത്യൻ സൊസൈറ്റിയിലെ വ്യത്യാസം. തുടർന്ന് ഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സെക്ടർ ഇൻ വിച്ച് ദർ ഈസ് മിനിമം 10 നമ്പർ ഓഫ് എംപ്ലോയീസ് ആർ വർക്കിംഗ്. 10 അതിൽ കൂടുതലോ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിനെയാണ് ഓർഗനൈസ്ഡ് സെക്ടർ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ വരുന്ന ഒരു സ്ഥാപനം അത് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികളുടെ അറ്റൻഡൻസും അവരുടെ വിവരങ്ങളും ഒക്കെ അവിടെ റെക്കോർഡ് ആയിരിക്കും. അവർക്ക് ഓർഗനൈസ് സെക്ടർ ആകുന്നതുകൊണ്ട് തന്നെ അവർക്ക് തൊഴിൽപരമായ സംരക്ഷണം, അവർക്ക് ആരോഗ്യപരമായ സംരക്ഷണം, അവർക്ക് നിയമപരമായിട്ട് ഉള്ള അലവൻസുകൾ, ബോണസ്, ലീവ്, ഹെൽത്ത് കെയർ മെഷേഴ്സ്, ആരോഗ്യ സംരക്ഷണത്തിനുള്ള സംവിധാനങ്ങൾ, ഇതൊക്കെ ലഭിക്കും. അതേസമയം അൺഓർഗനൈസ് സെക്ടറിലുള്ള തൊഴിലാളികൾക്ക്, അതായത് 10 താഴെ തൊഴിലാളികൾ പ്രവർത്തിക്കുന്ന മേഖലയിലുള്ളവർക്ക് ഇതൊന്നും പലപ്പോഴും ലഭിക്കാറില്ല. തുടർന്ന് മിക്സഡ് എക്കോണമി എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യലിസം പ്ലസ് കമ്മ്യൂണലിസം, അല്ലെങ്കിൽ പ്രൈവറ്റ് എന്റർപ്രൈസസ് ആസ് വെൽ ആസ് പബ്ലിക് എന്റർപ്രൈസസ്. പൊതുമേഖലയും സ്വകാര്യ മേഖലയും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ്. തുടർന്ന് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ നമ്മൾ പലപ്പോഴായിട്ട് കാണുന്നതാണ്, അത് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിംഗ് അല്ലെ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, സംതിങ് ലൈക്ക് എ സബ് കോൺട്രാക്ട്, ഗിവിംഗ് എ സബ് കോൺട്രാക്ട് ഫോർ ദി വർക്ക് ഇൻ ലോ വർക്കിംഗ് കോസ്റ്റ്. തൊഴിലാളികൾക്ക് നൽകേണ്ട വേതനത്തിലാണ് ഇവിടെ സേവിംഗ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിന്റെ ഓഹരികളൊക്കെ ഗവൺമെന്റ് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുന്നതിനെയാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് ഗോയിങ് ബാക്ക് ഫ്രം പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, സെല്ലിംഗ് ദി ഷെയർസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ബൈ ഗവൺമെന്റ് ടു പ്രൈവറ്റ് പാർട്ടീസ്, അതാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. കോൺട്രാക്ട് വർക്ക് സൂചിപ്പിക്കുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് അത്യാവശ്യം നല്ലതായിരിക്കും. അതായത് സ്ഥിര ജോലിയല്ല, ഇയർലി കോൺട്രാക്ട് ആയിരിക്കും അല്ലെങ്കിൽ മന്ത്ലി കോൺട്രാക്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി സ്ഥിരത ഉണ്ടാവത്തില്ല. ജോലിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ, ബോണസ് അടക്കമുള്ള മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങൾ, ജോലി സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് ജോബ്, അതുപോലെ തന്നെ ഹെൽത്ത് അല്ലെങ്കിൽ മെഡിക്കൽ കവറേജ്,
ഇൻഷുറൻസ് കവറേജ്, അങ്ങനെയുള്ള പ്രൊവിഡൻസ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പലതും ലഭിക്കാറില്ല. ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടും, ജോലി ഇല്ലെങ്കിൽ ശമ്പളവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ് ടൈലറിസം അല്ലെങ്കിൽ സയന്റിഫിക് മാനേജ്മെന്റ് അല്ലെങ്കിൽ അസംബ്ലി ലൈൻ. ഫ്രെഡറിക് വിൻസ്ലോ ടൈലറിന്റെ ഒരു കൺസെപ്റ്റാണ് ടൈലറിസം. അതായത് വർക്കേഴ്സിനെ കൊണ്ട് എഫിഷ്യന്റ് ആയിട്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഒരു ടൈമിംഗ് ചെയിനിൽ കൂടെ, ഒരു മൂവിംഗ് ആയിട്ടുള്ള ചെയിനിൽ കൂടെ പ്രോഡക്റ്റ് ഓരോ വർക്കറിന്റെ അടുത്ത് വരികയാണ് ചെയ്യുന്നത്. അവിടെ ഒരു നിശ്ചിത സമയം വർക്കറിന്റെ അടുത്ത് നിന്ന് ആ സമയം കൊണ്ട് വർക്കർ ആ വർക്ക് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ആ സമയം കഴിയുമ്പോൾ അത് അടുത്ത ആളുടെ അടുത്ത ഗ്രൂപ്പിലേക്ക് പോകും. അപ്പോൾ അവിടെ വർക്കറിനെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ അസംബ്ലി ലൈനിന്റെ അല്ലെങ്കിൽ ഈ ടൈലറിസത്തിന്റെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ ലക്ഷ്യം. പിന്നെ IT മേഖലയിലെ ട്രെൻഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൈറ്റ് ഔട്ട്, അതുപോലെ തന്നെ ടൈം സ്ലേവറി. നൈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ IT മേഖലയിൽ പലപ്പോഴും പ്രോജക്ട് ബേസ്ഡ് ആണ്. ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഓഫീസ് ടൈം നിശ്ചിത സമയം അനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. ഒരു പ്രോജക്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റിംഗ് ദി പ്രോജക്ട് വിതിൻ ഷെഡ്യൂൾഡ് ടൈം. സോ ഇൻ ഓർഡർ ടു ദി വർക്കർ ഹാസ് ടു വർക്ക് 10 to 12 hours per day, or sometime has to work in the night, or someday has to work in holidays to complete the project. അപ്പോൾ ഇവിടെ പ്രോജക്റ്റുകളെല്ലാം ടൈം ബേസ്ഡ് ആണ്. ഫ്ലെക്സി ടൈമും അതും IT മേഖലയിലാണ്. ഇവിടെ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുക, പ്രോജക്ടിന്റെ ഷെഡ്യൂൾഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് തന്നെ വർക്കറിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ടൈമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും സ്കോപ്പും കൂടി ഇവിടെ കാണുന്നുണ്ട്. മറ്റൊന്ന് ഹോം ബേസ്ഡ് വർക്ക്. അതൊരു പഴയ കൺസെപ്റ്റ് ആണ്. ചില പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ തീപ്പെട്ടി കമ്പനിയോടനുബന്ധിച്ച്, അതുപോലെ തന്നെ ചെരുപ്പ് കമ്പനിയോടനുബന്ധിച്ച്, അല്ലെങ്കിൽ BD കമ്പനിയോടനുബന്ധിച്ചൊക്കെയുള്ള ഒരു അവസരമായിരുന്നു ഹോം ബേസ്ഡ് വർക്ക്. അപ്പോൾ ആ കമ്പനിയിലെ വർക്കിന്റെ ഒരു ഭാഗം വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ റോ മെറ്റീരിയൽസ് കമ്പനിയിൽ നിന്നും കൊണ്ടുപോയി അതിനെ അസംബിൾ ചെയ്തോ, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് വീട്ടിൽ നിന്ന് ചെയ്ത് പ്രോസസ് ചെയ്ത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അതിന്റെ കുറച്ച് ഭാഗം ചെയ്ത് കമ്പനിയിൽ ഏൽപ്പിക്കുമ്പോൾ അതിന് പീസ് വർക്ക് റേറ്റ് ആയിട്ട് ഒരു വരുമാനം കിട്ടുമായിരുന്നു. നെക്സ്റ്റ് 13 ചാപ്റ്ററിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് സോഷ്യൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററാണ്, ഗ്ലോബലൈസേഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അവിടെ സോഷ്യൽ ചേഞ്ച് എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ചേഞ്ചുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇന്റർ കണക്ഷൻസ്, കൊളോണിയൽ പീരീഡിൽ ഉണ്ടായിരുന്ന ഇന്റർ കണക്ഷൻസ്, ഇൻഡിപെൻഡൻസ് പീരീഡിലുള്ള ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഒരു ചെറിയ SIക്കുള്ള ഒരു സ്കോപ്പ്, ഡിഫറെന്റ് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷന്റെ ഡയമെൻഷൻസ് അല്ലെ മാനങ്ങൾ ചിലപ്പോഴൊക്കെ SI ആയിട്ട് ചോദിക്കുന്നതാണ്, ഇല്ലെങ്കിൽ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഗ്ലോബലൈസേഷന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസിൽ ഒന്ന് എക്കണോമിക്, മറ്റൊന്ന് ടെക്നിക്കൽ, 3 പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ കൾച്ചർ. അതായത് സാമ്പത്തികം, സാങ്കേതികം, രാഷ്ട്രീയം, സാംസ്കാരികമായിട്ടുള്ള മാനങ്ങളാണുള്ളത്. ഇതിൽ തന്നെ എക്കണോമിക് ആസ്പെക്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എക്കണോമിക് ആസ്പെക്റ്റിൽ വരുന്ന ഒന്നാമത്തെ പോയിന്റ് ആണ് ലിബറലൈസേഷൻ. രണ്ടാമത്തെ പോയിന്റ് ആണ് TNC, ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അല്ലെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് എക്കോണമി, അതുപോലെ നോളജ് എക്കോണമി അല്ലെ വെയ്റ്റ്ലെസ് എക്കോണമി, ഗ്ലോബലൈസേഷൻ ആൻഡ് ഫിനാൻസ്. ഇത്രയും കാര്യങ്ങളാണ് എക്കണോമിക് ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. അത് നിങ്ങൾ കറസ്പോണ്ടിങ് ചാപ്റ്ററിന്റെ വീഡിയോ സെഷനിൽ നോക്കാവുന്നതാണ്. തുടർന്ന് ഗ്ലോബലൈസേഷനും തൊഴിലവസരങ്ങളും, അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ ചേഞ്ച്. ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്, പ്രധാനപ്പെട്ടതാണ്. ഗ്ലോബലൈസേഷൻ പ്ലസ് ലോക്കലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷൻ ഇറ്റ് ഈസ് ദ മിക്സിംഗ് അപ്പ് ഓഫ് ഗ്ലോബലൈസേഷൻ വിത്ത് ലോക്കൽ കൾച്ചർ. ഗ്ലോബലൈസേഷൻ പ്ലസ് ലോക്കൽ കൾച്ചർ, അതിനെയാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രധാനപ്പെട്ടത് കോർപ്പറേറ്റ് കൾച്ചറും അതുപോലെ തന്നെ കൺസപ്ഷൻ കൾച്ചർ അല്ലെ കൺസ്യൂമർ കൾച്ചർ. അപ്പം നമ്മൾ കേരള ഈസ് എ കൺസ്യൂമർ സൊസൈറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 15 ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മൂവ്മെന്റ്. എന്താണ് സോഷ്യൽ മൂവ്മെന്റ്? സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ. ഇറ്റ്സ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു മേക്ക് ഡിസൈറബിൾ ചേഞ്ചസ് ഓർ ഒപ്പോസ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ ദി സൊസൈറ്റി. ഇപ്പൊ സമൂഹത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനോ അല്ലെങ്കിൽ അനഭിലഷണീയമായ മാറ്റങ്ങളെ എതിർക്കുവാനോ വേണ്ടി ആൾക്കാർ നടത്തുന്ന കൂട്ടായതും ബോധപൂർവമായതുമായ ശ്രമങ്ങളെയാണ് സോഷ്യൽ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. തുടർന്ന് സോഷ്യൽ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോഷ്യൽ മൂവ്മെന്റിന്റെ നേച്ചർ, പ്രധാനപ്പെട്ട നേച്ചർ എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റി. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മേക്ക് ഡിസൈറബിൾ ചേഞ്ചസ്, അതുപോലെ ഒപ്പോസ് അൺഡിസൈറബിൾ ചേഞ്ചസ്. അവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു എയിം ഉണ്ടായിരിക്കും, ഒരു വാല്യൂസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രസക്തമായ കാര്യങ്ങളാണ്. പിന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ടൈപ്സ് 3 തിരിക്കുന്നത്. സോഷ്യൽ മൂവ്മെന്റ്സിന്റെ പിന്നിലുള്ള തിയറികൾ 3 തിയറികളാണുള്ളത്. ഒന്ന് തിയറി ഓഫ് റിലേറ്റീവ് ഡിപ്രിവേഷൻ, അതായത് ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് തങ്ങൾ തഴയപ്പെടുന്നു എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ, അതാണ് അതിന്റെ ചുരുക്കം. മൻഗർ ഓൾസന്റെ സിദ്ധാന്തമാണെങ്കിൽ അതിൽ ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഇൻസ്പിരേഷൻ, അതായത് ഒരു മൂവ്മെന്റിന് ഇറങ്ങുന്ന അയാൾക്ക് എന്തൊക്കെയോ ചില നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ഇൻസ്പിരേഷൻ ഉണ്ടായാൽ മാത്രമേ അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. ദെൻ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി പറയുന്നത് മെക്കാർത്തിയുടെ തിയറിയാണ്. ഇതിൽ പറയുന്നത് സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് റിസോഴ്സുകളൊക്കെ മൊബിലൈസ് ചെയ്യണം, കുറച്ച് റിസോഴ്സുകളൊക്കെ കൂട്ടിവെക്കണം, അല്ലെങ്കിൽ അതൊക്കെ റിസോഴ്സുകളൊക്കെ ഓർഗനൈസ് ചെയ്തെടുക്കണം. അതായത് കുറച്ച് പേര് നേതൃത്വത്തിലേക്ക് വരണം, ഈ നേതൃത്വം ആൾക്കാരെ ഓർഗനൈസ് ചെയ്യണം, അവർക്ക് ഇടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള ചില റിസോഴ്സുകൾ അവിടെ മൊബിലൈസ്ഡ് ആവണമെങ്കിൽ ആയാൽ മാത്രമേ സോഷ്യൽ മൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്.
അതുപോലെ സോഷ്യൽ മൂവ്മെന്റിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: റെഡംറ്റീവ് സോഷ്യൽ മൂവ്മെന്റ്, റീഫർമേറ്റീവ് സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് റെവല്യൂഷണറി. വിമോചനാത്മകം, പരിഷ്കരണാത്മകം, വിപ്ലവാത്മകം. അത് ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു എസ്സേ ചോദിക്കാം ഈ ടൈപ്സ് ഓഫ് സോഷ്യൽ മൂവ്മെന്റും അല്ലെങ്കിൽ തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെന്റും ആയി ബന്ധപ്പെട്ട്. ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം ഇമ്പോർട്ടന്റ് ആണ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒന്ന് ബാക്ക്ഗ്രൗണ്ട്, ഏത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ രണ്ട് മൂവ്മെന്റും ഉണ്ടായത്. രണ്ട് എയിം, രണ്ട് സോഷ്യൽ മൂവ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. മൂന്ന്, രണ്ട് സോഷ്യൽ മൂവ്മെന്റിലുമുള്ള സെൻട്രൽ റോൾ ആർക്കാണുള്ളത്. ഈ മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയെ നമുക്ക് തരംതിരിക്കാം. തുടർന്ന് ഇന്ത്യയിലെ സോഷ്യൽ മൂവ്മെന്റ്സ്, എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ്, ചിപ്കോ മൂവ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സോഷ്യൽ മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ പെസന്റ് മൂവ്മെന്റ്സ്, പിന്നീട് ബാക്ക്വേർഡ് ക്ലാസ് മൂവ്മെന്റ്, ട്രൈബൽ മൂവ്മെന്റ്, ജാർഖണ്ഡ് മൂവ്മെന്റ്. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ്. ഈ മൂവ്മെന്റ് കാറ്റഗറൈസ് ചെയ്ത് വേണമെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. തുടർന്ന് വിമൻസ് മൂവ്മെന്റ്. ചാപ്റ്റർ മാസ് മീഡിയയുമായി ബന്ധപ്പെട്ട് എന്താണ് മാസ് മീഡിയ, മാസ് മീഡിയയ്ക്കകത്ത് ഏതൊക്കെ മീഡിയയാണ് വരുന്നത്, പിന്നെ മാസ് മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ച്, പ്രത്യേകിച്ച് റേഡിയോ മീഡിയയിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചുകൾ, മോഡേൺ ട്രെൻഡ്സ്. അപ്പോൾ അത് അതിന്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. ഗ്ലോബലൈസേഷൻ ആൻഡ് റേഡിയോ അല്ല ഗ്ലോബലൈസേഷൻ ആൻഡ് മീഡിയ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും സെക്കൻഡ് ഇയർ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് ഈ പരീക്ഷയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പോകാനുള്ളത്. ഇത് ഈ ഒരു റിവിഷൻ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. 2 പാർട്ടായിട്ടാണ് നമ്മളിവിടെ വളരെ ബ്രീഫായിട്ട് ചെയ്തിരിക്കുന്നത്. വളരെ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നതും. അതിൽ കുറേയൊക്കെ നമ്മൾ ഒട്ടുമിക്കവാറും ഒക്കെ ആൻസർ പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് വീഡിയോ സെക്ഷനിൽ, പ്രസ്തുത ചാപ്റ്ററിന്റെ വീഡിയോ സെക്ഷൻ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പരീക്ഷ ഉണ്ടാകട്ടെ. സോഷ്യോളജി നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.